ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഒരാൾ അവിടെ നുളിഞ്ഞു നോക്കണേണ്ട, കണ്ടില്ലേ, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, അച്ഛൻ അച്ഛനെ നോക്കി നിൽക്കുവാണ്ട, അച്ഛൻ ഫുഡ് കൊടുക്കുന്നതും കാത്തു നിൽക്കുവാണ്. അച്ഛൻ ഇവർക്ക് എപ്പോഴും ഫുഡ് കൊടുക്കും. അപ്പൊ കറക്റ്റ് ടൈം ആകുമ്പോ എല്ലാ മെമ്പേഴ്സ് എത്തൂട്ടോ. പിന്നെ നമ്മുടെ പപ്പിനെ സിറ്റ് ഔട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട, മെമ്പേഴ്സിന്റെ എണ്ണം കൂടി, ഒരാളല്ല 3-4-5 പേരുണ്ട് കേട്ടോ. അച്ഛൻ ഇവർക്ക് എല്ലാവർക്കും മുടങ്ങാതെ രാവിലെയും വൈകിട്ടൊക്കെ ഫുഡ് കൊടുക്കും. തെരുവിൽ അലഞ്ഞിട്ട് നടക്കുന്ന പട്ടികളാണെങ്കിൽ പോലും വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അവർക്കൊരു വിശപ്പടക്കുമ്പോഴൊരു സംതൃപ്തി. മൃഗങ്ങളാണെങ്കിലും വിശപ്പിന്റെ കാര്യത്തിൽ മൃഗങ്ങൾ മനുഷ്യരൊന്നും ഇല്ലല്ലോ. അപ്പൊ ഒരാൾ ഇവിടെ നമ്മൾ പുറത്തെടുത്ത് പരിപാലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അച്ഛൻ അവന്റെ പെറ്റാണ്, അച്ഛന്റെ പെറ്റ് അവനും, അങ്ങനെ ഉണ്ടാവും. അപ്പൊ പപ്പിയാണെങ്കിൽ ഇവരെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിർത്താതെ കുറെ തന്നെ ഇരിക്കും. ആള് അവരെ കണ്ടിട്ടില്ലാന്ന് തോന്നണ്ടാ. പിന്നെ നമ്മുടെ ഗാർഡൻ കണ്ടോ നിങ്ങള്? അപ്പോ വലിയ ലുക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഇതിനകത്ത് കുറെ പൂക്കളാവാത്ത കുറെ പച്ചിലകൾ മാത്രമാണ് പിടിച്ചിരിക്കുന്ന ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വെട്ടി കൊടുത്ത് പിന്നെ ആവശ്യമില്ലാത്ത ചെടികളൊക്കെ പറിച്ച് കളഞ്ഞ് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അപ്പൊ മൊത്തത്തിലൊന്ന് മേക്ക് ഓവർ ചെയ്യാന്ന് വിചാരിച്ചു നമ്മുടെ ഈ ചെറിയ മുറ്റവും ചെറിയ ഗാർഡനൊക്കെ. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു വീഡിയോ എടുത്ത് വെക്കാമല്ലോ. അപ്പൊ അങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പൊ നമ്മുടെ വാഴ അത്യാവശ്യം ചെറുതായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മാവിലേക്കാണ് ഞാൻ എൻ്റെ ശംഖുപുഷ്പം വളർത്തിയേക്കുന്നത് കേട്ടോ. ശംഖുപുഷ്പം വിടുന്നതാ ഇങ്ങനെ പിടിച്ച് ഏകദേശം മുകളിലേക്ക് എത്തി. ഇപ്പൊ ഇതിന് പൂവില്ല കേട്ടോ. 2-3 ദിവസം മുമ്പ് വരെ നല്ല 2-3 പൂക്കളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം അടർന്ന് വീണു, പുതിയ പൂവായിട്ടില്ല. കണ്ടോ ഗൈസ്? അപ്പൊ ഇതാണ് എൻ്റെ ശംഖുപുഷ്പം. പിന്നെന്താ പറയാൻ മാത്രം ചെടികളൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഓർക്കുന്നത് മൊത്തത്തിലൊന്ന് റെഡിയാക്കി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചെടികളൊക്കെ എല്ലാം കുറെ അധികം വാങ്ങി വെച്ചിട്ട് ഗാർഡൻ അങ്ങോട്ട് അടിപൊളിയാക്കണം. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗാർഡൻ ടൂറൊക്കെ ചെയ്യാലോ. പിന്നെ ഈ ഒരു ചെത്തിയുണ്ടോ, ചെറിയ ടൈപ്പ് ചെത്തിയാണ്. പക്ഷെ ഇതില് പൂ വാങ്ങണേ ഇല്ല കേട്ടോ. ഞാൻ ഒരുപാട് വെട്ടിക്കൊടുത്തൊക്കെ നോക്കി. അപ്പൊ നമുക്കിതൊന്ന് മാറ്റി നട്ടു നോക്കണം. ചട്ടീന്നൊക്കെ മാറ്റി വേറൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്ത് കുറച്ച് അത്യാവശ്യം ഒന്ന് കെയർ ചെയ്ത് നോക്കണം. സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാല് കെയർ ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒരാൾ അവിടെ കിടപ്പായിട്ടാ. റോഡിലെ ഫുട്പാത്താണ്. അപ്പൊ അവിടെ ഇങ്ങോട്ട് നോക്കി കിടപ്പായി. അപ്പൊ നമ്മുടെ വീട്ടിലെ രാജാവ് ഉലാത്തിക്കൊണ്ടിരിക്കണ കേട്ടാ. കൂടിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തലാണ് ആള്. കൂട് കുറച്ച് റോഡിന് നേരെയല്ല, സൈഡിലോട്ട് നീങ്ങിക്കണോണ്ട് ആശാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണവരെയൊന്നും കണ്ടിട്ടില്ല. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്ന വഴിയാണ്ട വന്നത്. വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള അകത്തോട്ട് കയറിയിട്ടില്ല. അപ്പോഴാണ് ഇവരുടെ വെയിറ്റിംഗ് ഉണ്ടത്. അപ്പൊ അത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച അങ്ങനെ എടുത്തതാണ്. പിന്നെന്താണ്, ഇത് കണ്ടോ, ഇത്രേ ഉള്ളൂ നമുക്കുള്ള സ്പേസ്. അപ്പൊ ഈ ഒരു സ്പേസിൽ നമ്മുടെ ഗാർഡൻ സെറ്റ് ആക്കി എടുക്കണം. പിന്നെ ഫ്രണ്ട്സ്, ഇതാണ്ടോ നമ്മുടെ മാവ്. കണ്ടോ, മാവ് ചെറിയൊരു മാവാണ് കേട്ടോ. എന്നാലും നിറയെ മാങ്ങ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ എല്ലാം കഴിഞ്ഞു, മാങ്ങയുടെ സീസൺ കഴിഞ്ഞു. ഈ മാവുള്ളത് കൊണ്ട് നമുക്ക് അച്ചാറിനുള്ള മാങ്ങയൊക്കെ കുറെ കിട്ടും. കാരണം കുഞ്ഞു മാവാണെങ്കിൽ കുറെ മാങ്ങ ഉണ്ടാവും. നമുക്ക് പുളിശ്ശേരിയൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് മാങ്ങ കേട്ടോ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഗാർഡന്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റി നമുക്ക് പുതിയ ഭാവത്തിൽ കാണാട്ടോ. കുറച്ച് ടൈം എടുക്കും. അപ്പൊ റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം.